വിഷുക്കണിയിൽ വെക്കാനായിട്ട് തിരുവിടാട എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ നോക്കാം. ആദ്യം ഇതിനായിട്ട് ആവശ്യമുള്ള തുണി എടുത്തിട്ടുണ്ട്. നമ്മൾ സെറ്റ് മുണ്ടിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. 30 രൂപയാണ് അതിൻ്റെ ഒരു ഷീറ്റിന്. അത്ര ആവശ്യമില്ല, നമുക്കതൊരു വളരെ ചെറിയൊരു ഭാഗം മാത്രം മതി ഒരു ഉടയാടയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ. ഞാനിവിടെ ഒരു 20 ഇഞ്ച് നീളത്തിലുള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നീളം എത്ര വേണമെങ്കിലും കൂട്ടിയെടുക്കാം. അതിനനുസരിച്ചിട്ട് ആ ഉടയാടയുടെ വിരിവ് കൂടുതലായിട്ട് വരും. അപ്പോൾ അത്യാവശ്യം വിരിവുള്ളതാണെങ്കിൽ 20 ഇഞ്ചൊക്കെ എടുത്താലും മതി. വീതി പല രീതിയിലെടുക്കാം. 9 ഇഞ്ച്, 10 ഇഞ്ച്, 11 ഇഞ്ച്, അങ്ങനെ പല നമുക്ക് എത്ര വലിപ്പത്തിലാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വീതിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 8.5, 9, എനിക്ക് തോന്നുന്നു 9 ഇഞ്ചുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു രീതിയിലാണ് വീതി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ള പോലെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുകൂടി എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ്, പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വഴി കാണാൻ പറ്റും കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കണേ. നമ്മൾ ഈ ക്ലോത്തിൻ്റെ അളവനുസരിച്ചിട്ടാണ് ക്യാൻവാസും വെട്ടിയെടുക്കുന്നത് കേട്ടോ. പക്ഷേ ഒരു വ്യത്യാസമുള്ളൂ, നമ്മൾ ക്ലോത്ത് ഇങ്ങനെ വിടർത്തി വിരിച്ചിടുമ്പോൾ അതിൻ്റെ ഓരോ സൈഡും അല്ലെങ്കിൽ അതിൻ്റെ 4 വശവും ശരിക്കും 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മുടെ ക്യാൻവാസ് വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ തുണിയുടെ അത്രയും വീതി വേണ്ട ക്യാൻവാസിന് 1/2 ഇഞ്ച്, എല്ലാ സൈഡിലും 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം ക്യാൻവാസ് വെട്ടിയെടുക്കാൻ. അതാണ് ക്യാൻവാസിൻ്റെ അളവ്. ഇനി ഇത് രണ്ടും കൂടെ വെട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്യാം. രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ രണ്ടും കട്ട് ചെയ്ത് വെച്ച് അയൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് 1/2 ഇഞ്ച് എല്ലാ സൈഡിലും 1/2 ഇഞ്ച് തുണിയുടെ ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ അത് ചെറുതായിട്ട് ക്യാൻവാസിൻ്റെ അകത്തേക്ക് വരുന്ന രീതിയിലേക്ക് ഇതുപോലെ മടക്കി എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 4 വശവും ഇതുപോലെ തന്നെ ഇത് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഉടയാടയുടെ അകം വശത്ത് എന്തെങ്കിലും ചെറിയ ഡിസൈൻ കൊടുക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് ഏത് കളർ വെച്ചിട്ട്, ഗോൾഡൻ കളറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ കളർ ഡിസൈനിലോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇതുപോലെ ഈ ക്ലോത്ത് ആണെങ്കിലും നമ്മൾ മെയിൻ ക്ലോത്ത് ആണെങ്കിലും പല കളറിലും നമുക്ക് ഉടയാട ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് വിഷുവിന് വെക്കാനായിട്ട് ഭംഗി തോന്നുന്നത് നമ്മുടെ സെറ്റിൻ്റെ ആ ഒരു ഐവറി കളറിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ കളർ എടുത്തേക്കണേ. ഇനി ഉടയാടയിൽ കാണാൻ ഇതുപോലെ ഓരോ ലൈൻസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോഴത്തേക്ക്. അപ്പോൾ ഏത് ഡിസൈനിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ റിബൺ വെച്ചിട്ട് ഗോൾഡൻ കളറിലോ അല്ലെങ്കിൽ വേറെ പല കളറിലോ ഇതുപോലെ റിബൺ വെച്ചിട്ട് ആ ഭാഗത്ത് മാത്രം 1 or 2 ലൈൻസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ ഈ വീഡിയോ എടുത്തതിന് പിറ്റേ ദിവസമാണ് ഈ രീതിയിൽ ഗോൾഡൻ കളർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ അകംവശത്ത് ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് 3 ലൈൻ വരെ ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് എത്ര ലൈൻ വരെ വേണമെങ്കിലും ഇതുപോലെ റിബൺ വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്തവർക്ക് റിബൺ വേണമെങ്കിൽ ജസ്റ്റ് ഗ്ലൂ വെച്ചിട്ട്, ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് അകംവശത്ത് എത്ര റിബൺ വേണമെങ്കിലും ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും വെച്ചിട്ട് 3 ലൈനോ 2 ലൈനോ അല്ലെങ്കിൽ 1 ലൈനോ ഇതുപോലെയൊക്കെ വെച്ച് കൊടുക്കാം. ലൈൻ ഇല്ലെങ്കിലും സിമ്പിളായിട്ട് ചെയ്യുന്നതിന് കുറച്ചും കൂടെ ഭംഗി ഇതുപോലെ ലൈൻസ് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഫോൾഡിങ് ആയിട്ട് ഇങ്ങനെ മടക്കി 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 കൊടുക്കുക. അപ്പോൾ എത്രയും കുറച്ചും കൂടെ നീട്ടം കൂടുതലാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. എത്രമാത്രം നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്യണോ അത്രയും കൂടുതൽ വിരിവ് ഉണ്ടാവും. ഇനി നമുക്ക് ചെയ്യാനുള്ള അതിൻ്റെ താഴത്തെ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് മുറുക്കി അത് കെട്ടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ളത് താഴത്തെ ആ ഒരു ഭാഗം നന്നായിട്ട് ലെവലാക്കിയിട്ട് അതൊന്ന് ഒരുമിച്ചാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വിരിവ് കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ താഴത്ത് നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ആ സെയിം റിബൺ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ മേളിൽ ഞാൻ മെറൂൺ കളർ റിബൺ കൊടുത്തിരുന്നു, ആ സെയിം റിബൺ തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡൻ കളർ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഗോൾഡൻ കളർ സെയിം റിബൺ വെച്ചിട്ട് തന്നെ ചുറ്റി കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോൾ സാരിയാണ് എടുക്കുന്നതെങ്കിൽ സാരിയുടെ ആ കസവ് ഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടും ഇതുപോലെ ചുറ്റി കൊടുത്തിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാനപ്പോൾ ഏത് കളറാണോ അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതിന് ആ ഒരു കളർ മെറൂൺ കളർ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ അതായത് ഈ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ ചെയ്തതാണത് ഗോൾഡൻ കളർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഗോൾഡൻ കളർ വെച്ച് ചെയ്തിട്ട് അതിനടിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ. വേറെ ഒന്നുമില്ല, അടിയിൽ ഏത് ക്ലോത്ത് വെച്ചിട്ടാണ് അത് റൗണ്ട് ചെയ്ത് കൊടുക്കണേ അത് നന്നായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക് വശത്ത്, ഉടയാടയുടെ നേരെ ബാക്ക് വശത്ത് അത് നമ്മൾ ചെറുതായിട്ട് സൂചി നൂലും വെച്ചിട്ട് ചെറുതായിട്ട് തുന്നി കൊടുത്താൽ മതി.
ഇത്രേ ഉള്ളൂ നമ്മുടെ ഉടയാട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് എത്ര വേണമെങ്കിലും ഡെക്കറേഷൻ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ റിബൺസ് ഒരു 3 3 ലെയറായിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഇപ്പോൾ സിമ്പിളായിട്ടാണല്ലോ ഇപ്പോൾ വീട്ടിൽ വെക്കാനായിട്ട് സിമ്പിളായിട്ട് വെക്കണമെങ്കിൽ റൈറ്റ് സൈഡിൽ ഞാൻ ചെയ്ത പോലെ സിമ്പിളായിട്ടാണെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഒരു 20 ഇഞ്ച് നീളത്തിൽ എടുത്തുകൊണ്ടാണ് ഇത്രയും വിരിവ് കിട്ടിയത്. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കിയതിന് വളരെ കുറച്ച് നീളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിരിവ് കുറച്ച് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വിരിവ് വേണമെങ്കിൽ ഒരു 20 ഇഞ്ചൊക്കെ എടുത്താൽ മതി. അതിൽ കൂടുതൽ വിരിവ് വേണമെങ്കിൽ 25 ഇഞ്ചൊക്കെ എടുക്കാം. ലെങ്ത്ത് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ.